ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിപ്പോഴും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. വേദനയോടും സങ്കടത്തോടും കൂടിയാണ് നമ്മൾ ആ സംഭവം ഓർക്കുന്നത്. 300ഓളം ആളുകൾ അല്ലെങ്കിൽ 300-ൽ പരം ആളുകൾ മരണപ്പെട്ടു പോയി. അത്ര തന്നെ ആളുകളെ കാണാതെയായി. 500-ലധികം വീടുകൾ നശിച്ചുപോയി. കുറേയേറെ കന്നുകാലികളും കൃഷിസ്ഥലങ്ങളുമൊക്കെ ഇല്ലാതെയായി. എല്ലാം നശിച്ച് ഒന്നുമില്ലാത്ത ഒരു ഭൂമിയായി മാറി ആ പ്രദേശം. നമുക്ക് ചെയ്യാനുള്ളത് അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അത് സമൂഹം ഏറ്റെടുത്തു എന്നത് ഈ സങ്കടങ്ങൾക്കിടയിലുള്ള ഒരു സന്തോഷമാണ്. ആരും പറയാൻ കാത്തു നിൽക്കാതെ, ആരുടെയും നിർദ്ദേശങ്ങൾ വരാതെ കേട്ടവർ അവിടെ ഓടിയെത്തുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഒരു പുഴയുടെ അപ്പുറത്തേക്ക് നീന്തിപ്പോയി അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്. വലിയ വടം കയറ് കെട്ടി അതിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് നീങ്ങി മറുകരയിലെത്തി അവിടുത്തെ ആളുകളെ രക്ഷിച്ച ആളുകളുണ്ട്. അതിൽ ഡോക്ടർമാരും സന്നദ്ധ സംഘടനകളുടെ ആളുകളുമുണ്ട്. എല്ലാവരും എന്തു ചെയ്യണം അതങ്ങ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനവർക്കുള്ള പ്രചോദനം റഹ്മാനായ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് മനുഷ്യരോട് കാരുണ്യം കാണിക്കണം എന്നതാണ്. ഇത്രമാത്രം സേവനങ്ങളും കാരുണ്യങ്ങളും മനുഷ്യരോട് ദയയും കാണിച്ചുകൊണ്ട് അവിടെ മലയാളികളായ ആളുകൾ പണിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ദൈവനിഷേധികളായ ആളുകൾ ചോദിക്കുന്നത് ദൈവമുണ്ടോ, ദൈവം എവിടെ, കാരുണ്യവാനായ അള്ളാഹു എവിടെ എന്നൊക്കെയാണ്. അതിന് മറുപടി പറയാൻ ഇപ്പോൾ നമുക്ക് നേരമില്ല. കാരണം ദൈവമുണ്ടോ ഇല്ലേ എന്നത് നമുക്ക് ഒരുപാട് കാലമായി ചർച്ച ചെയ്യുന്നു, ഇനിയും ചർച്ച ചെയ്യാം. പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലാതെ ആയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. അള്ളാഹു കാരുണ്യവാനാണ്, റഹ്മാനും റഹീമുമാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മളിവിടെ ജനിക്കാൻ കാരണം. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരിക്കുന്നതും. അള്ളാഹു കാരുണ്യവാൻ മാത്രമല്ല, അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അള്ളാഹു താല നീതിമാനാണ് എന്നത്, ആദിൽ. അതുപോലെ അള്ളാഹു താല യുക്തിമാനാണ് എന്നതാണ്, ഹക്കീം. അപ്പൊ അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനത്തിലും അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടാകും, അള്ളാഹുവിന്റെ നീതിയുണ്ടാകും, അള്ളാഹുവിന്റെ യുക്തിയും ഉണ്ടാകും. ഇത് ഓരോന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്താ കാരണം? നമ്മുടെ ബുദ്ധി പരിമിതമാണ്.
എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമാണ് മനുഷ്യന്റെ ബുദ്ധി. എല്ലാ ജീവികൾക്കും തലച്ചോറുണ്ട്, പക്ഷെ മനുഷ്യന്റെ തലച്ചോറ് പോലെ, ബ്രെയിൻ പോലെ പ്രവർത്തിക്കുന്നില്ല മറ്റ് ജീവികളുടേത്. ഇപ്പൊ നമ്മുടെ തലച്ചോറ് ഏറ്റവും പുതിയ കമ്പ്യൂട്ടറിനേക്കാളും ഏറെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നു, പെട്ടെന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു, ഒക്കെ ശരി. എന്നാലും വമാ ഉതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ ഇൽമ നൽകിയിട്ടുള്ളൂ എന്നാണ്. വളരെ കുറച്ചു മാത്രമാണ് ഇൽമ നൽകിയിട്ടുള്ളത്. ഇവിടെ ആളുകൾ മരിക്കുന്നു, നമ്മളൊക്കെ മരിക്കും, നമ്മുടെ കുടുംബത്തിലൊക്കെ മരിച്ചിട്ടുണ്ട് ആളുകൾ. ഈ മരണങ്ങൾ നമുക്കറിയാമോ എന്തിനാണ് ഉണ്ടാക്കിയത് അള്ളാഹു എന്ന്? ചിലർ കൊച്ചു പ്രായത്തിൽ മരിക്കും, ചിലർ അപകടം പറ്റി മരിക്കും, ചിലർ വാർദ്ധക്യത്തിൽ രോഗം പിടിച്ചു മരിക്കും. ഇതൊക്കെ അള്ളാഹു തആല മനുഷ്യൻ നിർണയിച്ച സമയമാണ്. ആ സമയത്ത് അത് സംഭവിക്കും. ഒരു വീട്ടിൽ ഒരാൾ ഒരു ദിവസം മരിച്ചാൽ അതൊരു സ്വാഭാവിക മരണം എന്ന് നമ്മൾ സമാധാനിക്കും. ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ചു മരിച്ചാൽ നാട് നടുങ്ങും. പക്ഷേ അവര് വരുന്ന കൊല്ലങ്ങളിൽ മരിക്കാനുള്ളവരാണ്. അപ്പൊ നമുക്കറിയാത്ത ചില ഹിക്മത്തുകളും അള്ളാഹുവിന്റെ നീതിയും ഒക്കെ അതിലുണ്ടാകുമെന്ന് നമ്മൾ ആദ്യമേ അറിയണം. ആ നാട്ടുകാർ വളരെ നല്ലവരായിരുന്നു എന്ന് എല്ലാവരും പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല ഇന്റർവ്യൂ, പല വീഡിയോ, പല ലേഖനങ്ങൾ. ഇപ്പോൾ അപകടം പറ്റിയ പ്രദേശത്തെ ആളുകളെ കുറിച്ച് ഒരാളും ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. 17 വർഷത്തിലധികം അവിടെ ആ വെള്ളാർമല സ്കൂളിൽ പ്രധാന അധ്യാപകനായി ജോലി ചെയ്ത ഒരു അധ്യാപകൻ, മാഷ് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേര്, ഉണ്ണിമാഷ് എന്ന് പറയും. അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരു ഇന്റർവ്യൂ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നാട് ഏറ്റവും നല്ല നാടാണെന്ന്. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഇവിടെ വന്ന് ജോലി കിട്ടി, കുറേ കഴിഞ്ഞ് ട്രാൻസ്ഫർ കിട്ടി നാട്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ നാട്ടുകാർ വിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാണ്. ഇവർ പറഞ്ഞു, മാഷെ പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന്. അദ്ദേഹം പറയാണ്, ഞാൻ എത്ര ഇഷ്ടപ്പെട്ടു, എന്നെ എത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോഴൊക്കെ സ്കൂളിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ നാട്ടുകാരുടെ നടുവിലുള്ള സ്കൂളിൽ ഞാൻ സുരക്ഷിതനാണ്. ഞാൻ മാത്രമല്ല, മറ്റു മാഷ്മാർ പലരും. എനിക്ക് കടയിൽ നിന്നൊരു ചായ കുടിക്കാൻ വയ്യ. എന്താണെന്നറിയാം, ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ പൈസ നാട്ടുകാരാരെങ്കിലും കൊടുക്കും. ഞാനിവിടെ വന്ന് ബസ്സിറങ്ങിയാൽ എനിക്ക് എൻ്റെ ബാഗും പിടിച്ച് വീട്ടിലേക്ക് പോകാൻ വയ്യ. കാരണം അത് വേറെ ആളുകൾ പിടിക്കും, പക്ഷേ ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറയും. ഇങ്ങനത്തെ ഒരു നല്ല നാട്ടുകാർ ആണ് അത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം മാത്രമല്ല, അവിടെ ജോലി ചെയ്തിട്ടുള്ള, അവിടെ ജനിച്ചിട്ടുള്ള എത്രയോ ആളുകൾ പറയുന്നു. ഒരു സഹോദരി, മുസ്ലിമല്ലാത്ത ഒരു സഹോദരി, അവർ പറയാണ്, ഞാൻ രക്ഷപ്പെട്ടത് ആ പള്ളിയുള്ളത് കൊണ്ടാണ്. രാത്രി 1:30 മണിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. ഈ സമയത്ത് ബാങ്ക് ഉണ്ടാവില്ലല്ലോ, എന്താണ് എന്ന് ശ്രദ്ധിച്ചപ്പോൾ കൂട്ട ബാങ്കാണ്. പിന്നെ വിളിച്ചു പറയുകയാണ്, ഉരുൾപൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് പോകണമെന്ന്. പുറത്തു നോക്കുമ്പോൾ ആളുകൾ ഓടുകയാണ്. കൂട്ടത്തിൽ അവരും ഓടിയെത്തിയത് പള്ളിയുടെ മുമ്പിലാണ്. അവർ പേടിച്ചു നിന്നു. ഞാൻ ഒരു മുസ്ലിമല്ല, ഒരു സ്ത്രീയും, എനിക്കിങ്ങോട്ട് കയറാൻ പറ്റുമോ? അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ആളുകൾ വിളിച്ചത്രേ, മോളെ, പെങ്ങളെ, ഇങ്ങോട്ട് വന്നുകൊള്ളൂ, ഇവിടെ നിൽക്കാമെന്ന്. അപ്പം അവർ പറയുന്നത്, ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പുരയിടവും ഞങ്ങളുടെ അയൽവാസികളും ഒക്കെ ഇതിൽ ഒലിച്ചു പോയപ്പോഴും ഞാൻ രക്ഷപ്പെട്ടത് ഈ പള്ളി കൊണ്ടാണ് എന്ന്. ആ ആപത്തിൽ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ വോളണ്ടിയർ സർവീസ് നടത്തുന്നുണ്ട്. ഷാക്കിറ എന്നാണ് ആ കുട്ടിയുടെ പേര്. അവർ പറഞ്ഞത്, എല്ലാവരും പോയി, ഒരുപാട് സുഹൃത്തുക്കൾ പോയി, എന്ത് ചെയ്യാനാ, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ, മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും. ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുക. അതിനുവേണ്ടി വോളണ്ടിയറായിട്ട് ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ആ കുട്ടി ജോലി ചെയ്യുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. അവിടെ ആദ്യമെത്തിയ കൂട്ടത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, റഹ്മത്തുള്ള സലാഹി. ചൂരൽമല സ്കൂളിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികളെ കാണാതായതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പ്രദേശത്തുകാരനായ ഒരു സുഹൃത്തുണ്ട്, അബ്ദുൽ ജലീൽ മദനി. അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അദ്ദേഹം ആ നാട്ടിൻ്റെ നന്മയാണ് പറയുന്നത്. എല്ലാവരും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, മനുഷ്യരുടെ നന്മ മാത്രമല്ല, നിങ്ങൾ കണ്ടിരിക്കും,
ഒരു അമ്മയും കുഞ്ഞും ഒഴുകിപ്പോയി. എവിടെയോ വള്ളിയിലോ മരത്തിലോ പിടിച്ചു നിന്നു. കുറേ കഴിഞ്ഞെങ്ങനെയോ മണിക്കൂറുകൾ കഴിഞ്ഞ് രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോൾ 3 ആനകൾ വന്നു അങ്ങോട്ട്. അതിൽ ഒരാന അവരുടെ അടുത്തേക്ക് വന്ന് അവിടെ നിന്നു. ഈ അമ്മ പറഞ്ഞത്രേ, ആനെ, ഇത് ഞാൻ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, ഇതെൻ്റെ മകളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന്. ആ ആന കണ്ണുനീർ വാർത്തുകൊണ്ട് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ആളുകൾ വന്ന് ഇവിടെ രക്ഷപ്പെടുത്തുന്നവരെ അങ്ങനെ ഉണ്ടാകും. നിങ്ങൾ കണ്ടില്ലേ, ഒരു പട്ടി അതിൻ്റെ യജമാനനെ കാണാഞ്ഞിട്ട് ഓടി നടക്കുന്നത്, മറവ് ചെയ്തിട്ടുള്ള ഖബറിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. മൃഗങ്ങൾക്കും ഉണ്ടാകും ഇത്തരം നന്മകൾ, നല്ല ബോധങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞ ശേഷം പിന്നെയും നമ്മുടെ മനസ്സിൽ വരും, എന്നാലും അവരെ എന്തിനാണ് നശിപ്പിച്ചത് എന്നതാണ്. ഈ ലോകത്തിന് നാശമുണ്ട്, പൊട്ടിത്തെറികളുണ്ട്, ഭൂകമ്പങ്ങളുണ്ട്, പേമാരിയുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, അസുഖങ്ങളുണ്ട്, കൊറോണയുണ്ട്, പലതുമുണ്ട്. അതെന്തിനാണ് എന്നതിന് ആർക്കും മറുപടിയില്ല. ദൈവനിഷേധികൾ പറയും പ്രകൃതിയുടെ വികൃതിയാണ്. എന്തിനാ പ്രകൃതി ഇങ്ങനെ വികൃതി കാണിക്കുന്നത് എന്ന് നമുക്കും ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ അള്ളാഹു എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഒരു പ്രകൃതി എന്ന് വെച്ചാലും അത് മറുപടിയാവില്ല. എന്താണ് അതിൻ്റെ ന്യായം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല നിങ്ങൾക്ക് മരണവും ജീവിതവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നിങ്ങളിൽ ആരാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് പരീക്ഷിക്കാനാണ്. ഒരു പരീക്ഷയാണ് ഈ ജീവിതം. ഇപ്പൊ നമുക്ക് ആപത്ത് വരുമ്പോൾ ബേജാറാണ്. അള്ളാഹു പറഞ്ഞത് മരണവും ജീവിതവും പരീക്ഷയാണെന്നാണ്. അതുപോലെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വനബ്ലൂക്കും ബിൽ ഖൈരി വശർ, നിങ്ങളെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖം നൽകിയും പരീക്ഷിക്കും, ബുദ്ധിമുട്ട് നൽകിയും പരീക്ഷിക്കും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കുറെ പണം കിട്ടി ഇത് അള്ളാന്റെ ഒരു പരീക്ഷണാണെന്ന്? ഇല്ല. എന്നാൽ നമ്മുടെ കുറെ പണം നഷ്ടപ്പെട്ടു, അപ്പം നമുക്ക് തോന്നും ഇത് അള്ളാന്റെ ഒരു പരീക്ഷണാണെന്ന്. അങ്ങനെയല്ല, നമുക്ക് ലഭിക്കുന്ന എല്ലാ ഖൈറും അള്ളാന്റെ പരീക്ഷണമാണ്. എന്താണ് ആ പരീക്ഷണം? ഈ ഖൈറിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പണം നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഈ ആരോഗ്യം നമ്മൾ എന്തിനുപയോഗിക്കും? അപ്പോ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നന്മ ചെയ്യാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാനും അള്ളാഹു നൽകിയിട്ടുള്ള ഖൈറിനെ നമ്മൾ ഉപയോഗിക്കണം. അതാണ് പരീക്ഷ. പരീക്ഷ ചോദ്യങ്ങളുള്ളതാണ്. ആ ചോദ്യങ്ങളാണ് ഇത് മുഴുവനും. ഖുർആനിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖ്മിനീൻ, ഈ ഭൂമിയിൽ അള്ളാഹുവിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് ആയത്തുകളുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഖുർആനിൽ ആയത്ത് മനസ്സിലാവും. ഖുർആനിൽ ആയത്തുകളുണ്ട്. അള്ളാഹു പറയുന്നത് ഈ ഭൂമിയിൽ ആയത്തുണ്ട് എന്നാണ്, ആകാശത്ത് ആയത്തുണ്ട് എന്നാണ്. സൂര്യനും അതുപോലെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള കറക്കം മൂലമുണ്ടാകുന്ന രാപ്പകലുകളുടെ മാറ്റം, അതിൽ ആയത്തുണ്ട് എന്നാണ്. എന്താ ആയത്ത്? ഇങ്ങനെ ഓതി നോക്കാൻ പറ്റുമോ സൂര്യനെ? അല്ലെങ്കിൽ ഇങ്ങനെ ഓതി നോക്കാൻ പറ്റുമോ ഭൂമിയെ? രാത്രിയെ പകലിനെ ഓതി നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എത്തും. എന്തുകൊണ്ടിങ്ങനെ എന്നൊരു ചോദ്യം വേണ്ടേ? എന്തുകൊണ്ടിങ്ങനെ? ഈ സംവിധാനം, ഈ കൃത്യത, അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് ചെന്നെത്താനുള്ളത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം എന്നതാണ്. ഒരു ദൈവനിഷേധിക്ക് എന്താ മറുപടി? ഇങ്ങനെയാണ് പ്രകൃതിയിൽ കാണുന്നത് എന്നാണ്. രക്തത്തിന് ചുവപ്പ് നിറമായത് എന്തുകൊണ്ട്? ആ ചുവപ്പ് നിറമാവാനുള്ള കാരണം ശാസ്ത്രീയമായി പറയും. ഇലകൾക്ക് പച്ച നിറമാവാൻ കാരണമെന്ത്? അതിന് ആ പച്ച ഉണ്ടാവാനുള്ള അതിൻ്റെ രാസപരമായ കാര്യങ്ങൾ പറയും. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പിന്നെ മറുപടിയൊന്നുമില്ല. അപ്പോ അള്ളാഹുവിൻ്റെ തീരുമാനമാണിത് എന്ന് പറഞ്ഞ് സമാധാനിക്കുകയല്ലാതെ യാതൊന്നുമില്ല. ഒരു ദൈവവിശ്വാസിയായ ഒരു കോളേജ് അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ കുട്ടി മരിച്ചുപോയി ചെറുപ്രായത്തിൽ. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന ദൈവനിഷേധിയായ മറ്റൊരധ്യാപകൻ, അദ്ദേഹം ഈ മരിച്ച കുട്ടിയുടെ അധ്യാപകന്റെ മകന്റെ അവിടെ ആ മയ്യിത്ത് കണ്ട് തിരിച്ചു വന്ന ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചെറുപ്രായത്തിൽ മരിച്ചു പോകുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്.
പക്ഷെ വരുന്നവർ പറയുന്നത് മാഷേ എന്ത് ചെയ്യാനാണ്, അള്ളാഹുവിന്റെ വിധിയല്ലേ, ക്ഷമിക്കേ. അപ്പൊ അങ്ങനെ എല്ലാവരും പറയുമ്പോ ഇദ്ദേഹം ക്ഷമിക്കുന്നു, ഇദ്ദേഹം വെപ്രാളപ്പെടുന്നില്ല. അപ്പൊ ഈ ദൈവവിശ്വാസമില്ലാത്ത മാഷ് പറഞ്ഞ എന്താണെന്നറിയോ, അദ്ദേഹം പറയാണ് അതല്ലാതെ എന്താ പറയാനുള്ളത്, വേറൊന്നും പറയാനില്ലല്ലോ, എന്തു പറയും. ഇന്നലെ ഞാൻ ഒരു കൊച്ചുമോൻ 3 വയസ്സോ മറ്റായ ഒരു മോൻ മരിച്ചുപോയ ഒരു വീട്ടിൽ പോയിരുന്നു. അപകട മരണമാണ്, വീണ് മരിച്ചതാണ് മേലെ നിന്ന് താഴോട്ട്. ആ കുട്ടിയുടെ ഉപ്പയെ കണ്ടു. ആ ഉപ്പ എന്നോട് ഇങ്ങോട്ട് പറയാ, നമ്മൾ എന്ത് ചെയ്യാനാ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖദറും ഖലാവും അല്ലേ എന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആർക്കാ ജീവിക്കാൻ സാധിക്കുക? മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കൾ മരിച്ചു പോകുന്നു, മക്കൾ ജീവിച്ചിരിക്കെ മാതാപിതാക്കൾ മരിച്ചു പോകുന്നു, ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അനുജൻ മരിക്കുന്നു, ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിക്കുന്നു. ഇവരൊക്കെ ജീവിക്കണമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അവർ മരിച്ചു പോകുന്നു. നമുക്ക് അങ്ങനെയാണ് അത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വരുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഈ പ്രാർത്ഥന, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ ഉള്ളവരാണ്. അപ്പൊ നമുക്കറിയില്ല. ഇതിൽ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭൂമി കുലുക്കവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അതുപോലെ ഭൂകമ്പവും വെള്ളപ്പൊക്കവും പലതും ഉണ്ടാകും. ഈ ഭൂമി ഉണ്ടായത് തന്നെ ഒരു പൊട്ടിത്തെറിയിലാണ്, ബിഗ് ബാങ് തിയറി എന്ന് പറയും. അതാണ് ഈ ഭൂമി ഉണ്ടായത് തന്നെ. എന്നിട്ട് ഭൂമിയുടെ ഉള്ളിൽ ഇപ്പോഴും തിളച്ചു മറയുന്ന ലാവകളുണ്ട് എന്നാണ്. അവിടേക്കൊന്നും മനുഷ്യൻ ചെന്നെത്താൻ കഴിയുന്നതല്ല, എത്തിയിട്ടുമില്ല. ഭൂമി, ഉപരിതലം, പിന്നെ വെള്ളം, പിന്നെ അതിൻ്റെ വളരെ താഴെ ഭൂഗർഭജലം, അതിൻ്റെയും അടിയിലെത്തുമ്പോൾ അവിടെ വലിയ സ്ഫോടനങ്ങളും തിളച്ചു മറയുന്ന വലിയ ചൂടുള്ള ലാവകളൊക്കെ ഉണ്ട് എന്നാണ്. ഭൂകമ്പത്തെ പറ്റി പറയുന്നുണ്ട്. ലോലമായ സ്ഥലങ്ങളിൽ ദ്വാരങ്ങളുണ്ടായി ഈ ഭൂകമ്പത്തിലൂടെ ഈ ചൂടുള്ള പദാർത്ഥം പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഭൂമി ഒന്നിച്ചു പൊട്ടിത്തെറിച്ചു പോകുന്നതാണ്, അത്ര സമ്മർദ്ദമാണെന്ന്. അപ്പോൾ അതും മൊത്തം നോക്കുമ്പോൾ മറ്റാളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം കാണണം. ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വന്ന ഒരാപത്ത് എന്ന് വിചാരിക്കരുത്. മൊത്തം ലോകം, ലോകത്തെ ജനത, അങ്ങനെയാണ് നമുക്കിവിടെ അല്ലാഹു തആല വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് എന്ന് നാം പറയണം, നാം മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ, അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ ഉദ്ദേശവും അതുകൊണ്ടുള്ള യുക്തിയുമൊക്കെ ആ നിലക്കാണ് കാണേണ്ടത്. ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നുണ്ട്, ആവാസ വ്യവസ്ഥ. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ സിദ്ധാന്തമുണ്ട്. ഞാൻ ഈ ആഴ്ച വായിച്ച ഒരു ലേഖനത്തിൽ പറയുന്നു, കുറച്ച് കഴിയുമ്പോഴേ ഇപ്പോൾ ഈ ഗുരുത്വാകർഷണ വ്യവസ്ഥയിൽ വ്യത്യാസം വന്നിട്ട് ഒരു ദിവസം 23 മണിക്കൂറായി ചുരുങ്ങും എന്ന്. പക്ഷേ അത് എത്ര 2000 ബില്യൺ കൊല്ലത്തെ കഴിഞ്ഞിട്ടാണ് സംഭവിക്കാനാ, ചെറിയ മാറ്റങ്ങളിലൂടെ. അപ്പോൾ ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ അങ്ങനെ പലതും നമ്മളുടെ മുമ്പിൽ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ഒരു രൂപം ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇതല്ല നന്നായിരുന്നത്, ഇങ്ങനെയല്ല കണ്ണ് വേണ്ടിയിരുന്നത്, ഇങ്ങനെയല്ല ഹൃദയം വേണ്ടിയിരുന്നത്, അത് എന്തുകൊണ്ട് അങ്ങനെയായി? ബുദ്ധിയും ചിന്തയും ഒന്നുമില്ലാത്ത ഒരു പ്രകൃതി ഇത് നൽകിയതാണ് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് സാധിക്കുമോ? ഉണ്ടാവില്ല, സാധിക്കുകയില്ല എന്നത് ഉറപ്പാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ സഹായം ചെയ്യാൻ. അതിലും ഒരു അത്ഭുതം ഉണ്ടായല്ലോ. ആവശ്യമില്ല ഇനി ഭക്ഷണം, ആവശ്യമില്ല ഇനി വസ്ത്രം എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു ഭരണകൂടത്തിന്. അതുപോലെ തന്നെ ഒരു 400-500 വീടുകൾ നഷ്ടപ്പെട്ടതിന് ഇപ്പോഴത്തെ 600-700 വീടുകൾ ഓഫറായി. എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥലത്തും അങ്ങനെ സംഭവിക്കില്ല. സർക്കാരിൻ്റെത് ഇനി വരാനുമുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിലുണ്ട് അല്ലാഹു തആല പറയുന്നതായി. അതാണ് ഖുദ്സിയായ ഹദീസാണ്. അതിൻ്റെ വാചകം അല്ലാഹു പറയുന്ന മാതിരിയാണ്. അതിലെന്താ പറഞ്ഞതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയും, യബ്ന ആദം, ആദമിൻ്റെ പുത്ര, ഇസ്തതഅംതുക, ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, ഫലം തുതഇംനി ഫലം തുഅതിനി, നീ എനിക്ക് തന്നില്ല. അല്ലാഹു പറയാണ് പരലോകത്ത് വെച്ചിട്ട് വിചാരണയുടെ സമയത്താ, മനുഷ്യ ഞാൻ നിന്നോട് ഭക്ഷണം ചോദിച്ചു, അതായത് വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചു, നീ ഭക്ഷണം തന്നില്ല.
അപ്പൊ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബ് കൈഫ ഉത്ഇമുക, അല്ലാഹുവേ റബ്ബേ ഞാനിങ്ങനെ നിനക്ക് ഭക്ഷണം തരിക, വഅൻത റബ്ബുൽ ആലമീൻ, നീ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്. അപ്പൊ അള്ളാഹു പറയും, അമാ അലിംത, നീ അറിഞ്ഞിട്ടില്ലായിരുന്നു, അന്നഹു ഇസ്തത്അമക അബ്ദി ഫുലാൻ, എൻ്റെ ഒരു അടിമ ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആൾ നിന്നോട് ഭക്ഷണം ചോദിച്ചത് നിനക്ക് ഓർമ്മല്ലേ? എന്നിട്ടോ ഫലം തുതഇംഹു, നീ അവന് ഭക്ഷണം കൊടുത്തില്ല, നീ അവന് ഭക്ഷണം കൊടുത്തില്ല. അമാ അലിംത, നിനക്കറിയുമായിരുന്നില്ല, ഇന്നക ലൗ അത്അംതഹു, നീ അവനെങ്ങാനും ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ലവജത്തനി ഇൻദഹു, നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. ഒരു റിപ്പോർട്ടിലുണ്ട് ലവജത്ത ദാലിക ഇൻദഹു, അതായത് ആ ഭക്ഷണം നിനക്ക് അവിടെ കാണാമായിരുന്നു എന്ന്. അപ്പോ ഇത് ഒരു വലിയ ആശയമാണ്. പിന്നെ അതിൽ പറയുന്നുണ്ട്, അല്ലയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് വസ്ത്രം ചോദിച്ചു, നീ എനിക്ക് വസ്ത്രം തന്നില്ല. അപ്പോഴും മനുഷ്യൻ പറയുന്ന, അല്ലാഹുവേ നിനക്ക് വസ്ത്രമോ, നീ റബ്ബുൽ ആലമീനല്ലേ? അപ്പൊ അല്ലാഹു പറയും, അല്ല, ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് റബ്ബുൽ ആലമീൻ തന്നെ, പക്ഷേ എൻ്റെ ഒരു അടിമ വസ്ത്രമില്ലാതെ നിന്നോട് വസ്ത്രം ചോദിച്ചപ്പോ നീ കൊടുത്തില്ല, കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്ന്. അങ്ങനെ പ്രയാസം, വെള്ളം ചോദിച്ചു കൊടുത്തില്ല, നീ കൊടുത്തിരുന്നെങ്കിൽ അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഈ സേവന മനസ്ഥിതിയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അത് ഇസ്ലാമിൽ മാത്രമല്ല, ഈ ഖുദ്സിയായ ഹദീസിന്റെ ആശയം അതേപോലെ ബൈബിളിലുണ്ട്. ബൈബിളിൽ അതേമാതിരി പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം ചോദിച്ചു നീ തന്നില്ല, ഞാൻ വെള്ളം ചോദിച്ചു നീ തന്നില്ല, ഞാൻ വസ്ത്രം ചോദിച്ചു നീ തന്നില്ല, നീ തന്നിരുന്നെങ്കിൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. അള്ളാഹു എന്തെങ്കിലും നന്മ കണ്ടിട്ടുണ്ടാകും എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇതും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഖുർആനിൽ മാത്രമല്ല, ഭഗവത്ഗീതയിൽ ഒരു വാചകമുണ്ട്, എല്ലാവരും പറയാറുണ്ട്. അതിൽ പറയുന്നത് എന്താ അറിയാം? സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. സംഭവിച്ചതെല്ലാം നല്ലതിന്, അൽഹംദുലില്ലാഹ്. ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ഒരു വിശ്വാസമാണ് വിശ്വാസികളെ ഈ രംഗത്ത് നിലനിർത്തുന്നത്. വിശ്വാസമില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്താ, ഒരു രാസപദാർത്ഥങ്ങളൊക്കെ ഉള്ള ഒരു ഭൗതിക വസ്തു. അത് പിന്നെന്താ, ഒരാൾ മരിച്ചോട്ടെ, അയാളെ സഹായിക്കണം, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ സഹായിക്കണം, അങ്ങനൊന്നും ഇല്ലല്ലോ. പഠിച്ചോനുമില്ല, നബിയുമില്ല, വിശ്വാസമില്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, ഭൗതികമായി മാത്രം ചിന്തിക്കുന്ന ഒരാൾ എന്തിനാണ് കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരപ്പാൻ ശ്രമിക്കുന്നത്? സ്വന്തമുണ്ടാക്കിയ പണമെടുത്ത് ദാനം നൽകുന്നത് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നുള്ള പാഠം, ഇത് നമുക്കുള്ള ഒരു പരീക്ഷയാണ്, ജീവിച്ചിരിക്കുന്ന നമുക്കുള്ള ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ശരിക്ക് ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തി അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യണം. ഖുർആനിൽ 4 സ്ഥലത്ത് പറയുന്നുണ്ട്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു ആണ് കാര്യങ്ങൾ അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല എന്ന്. അല്ലാഹു ആണ്. അതുപോലെ തന്നെ ഇന്നല്ലാഹ യഅലമു വഅൻതും ലാ തഅലമൂൻ, തീർച്ചയായും അല്ലാഹു ആണ് അറിയുന്നത്, നിങ്ങൾക്ക് അറിയില്ല എന്ന്. അത് നമുക്ക് ഓർമ്മയുണ്ടാവണം. നമ്മുടെ അറിവ് കുറവാണ്. നമ്മളിപ്പോ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അത് തന്നെ അള്ളാഹുവിന് ഹംദ് പറയാൻ വലുതാണ്. ഇപ്പോൾ ഒരാൾ വരുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് വിചാരിക്കാം. ആക്സിഡന്റ് പറ്റി, അതെന്തപ്പോൾ ആക്സിഡന്റ് പറ്റി? അള്ളാഹു കാരുണ്യവാനായിട്ട്. എന്നാൽ നമ്മളൊക്കെ ഇവിടെ വന്നല്ലോ, ആക്സിഡന്റ് പറ്റാനുള്ള എത്ര സാധ്യത ഉണ്ടായിരുന്നു. വാഹനങ്ങൾ കൂട്ടിയിരിക്കാം, മരം വാഹനത്തിന് മുകളിൽ വീഴാം, വരുന്ന സമയത്ത് കുഴഞ്ഞു വീഴാം. ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇപ്പൊ ജീവനോട് കൂടി ഇരിക്കുന്നല്ലോ, അൽഹംദുലില്ലാഹ്. അത് കാണില്ല. എന്നിട്ടോ ഒരു അപകടം പറ്റുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എവിടെ എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ട്. ആ കാരുണ്യം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ടുകൊണ്ട് ഈമാനോടുകൂടി തഖ്വയോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ രാജ്യം
സ്വാതന്ത്ര്യദിനത്തിലേക്ക് നീങ്ങുകയാണ്. ആഗസ്റ്റ് 15. അടുത്ത വെള്ളിയാഴ്ച ആഗസ്റ്റ് 16 അതുകൊണ്ട് അതിനെപ്പറ്റി 2 വാക്ക് ഇന്ന് പറയണം എന്നാഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുക എന്നത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും കൂടിയാണ്. അതിൽ മുൻപന്തിയിൽ നിന്ന് ജീവത്യാഗം ചെയ്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിനും രാജ്യത്തെ വളർത്തിയെടുക്കുന്നതിനും രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും വളർത്തുന്നതിനും നാം മുൻപന്തിയിൽ നിൽക്കണം. ആളുകളെ തമ്മിൽ അകറ്റാനോ വർഗീയത ഉണ്ടാക്കുവാനോ സംഘർഷമുണ്ടാക്കുവാനോ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സമുദായം എന്ന നിലയിലും നമ്മളാരും പങ്കാളികളാവരുത്. ഈ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് ഭരണകൂടവും പൊതുജനങ്ങളും വാർത്താമാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ന്യായാധിപന്മാരും ഒക്കെ ശ്രമിക്കേണ്ടതാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും സമാധാനത്തിൽ ജീവിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി നിലനിർത്തണം എന്ന്. അത് ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അത് ലംഘിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. അത് ലംഘിക്കപ്പെടുമ്പോൾ അതിൽ കഷ്ടപ്പെടുന്ന ആളുകളുടെ വേദനയും രോദനവും അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. ഇന്നിപ്പോഴത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്ന പാർലമെന്റിൽ വരെ ചർച്ച ചെയ്ത വിഷയമാണ് വഖഫ് ബോർഡ് സംവിധാനം. എന്താ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അയാളുടെ ഉടമസ്ഥാവകാശം മാറ്റി അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തോ പറമ്പോ കെട്ടിടമോ സ്ഥാപനമോ മാറ്റിവെക്കുന്നതാണ്. മിക്ക വഖഫാധാരങ്ങളും നോക്കിയാൽ നമുക്ക് കാണാം, അതിൽ പറയും ഇത് ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് വഖഫ് ചെയ്യുന്നു. എനിക്കോ എൻ്റെ മക്കൾക്കോ മറ്റ് അനന്തരാവകാശികൾക്കോ ഇതിൽ ഇനി യാതൊരു അവകാശവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വഖഫിനെ കുറിച്ചുള്ള വഖഫ് ആക്ടിലും മറ്റും അതിൻ്റെ ഒരു നിർവചനം പറയുന്നത് വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. ഒരിക്കൽ വഖഫ് ചെയ്താൽ പിന്നെ അത് കാലാകാലം വഖഫായിരിക്കുന്ന. വഖഫ് എന്ത് എന്ന് പറയുന്നത് അത് പെർമനന്റ് ഡെഡിക്കേഷൻ എന്നാണ്. ഒരു മുസ്ലിം ചെയ്യുന്ന പെർമനന്റ് ഡെഡിക്കേഷൻ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്നേക്കും പെർമനന്റ് ആയിട്ട് അതാണ് വഖഫ്. അപ്പൊ ഇന്ത്യയിലെ ഈ വഖഫും അതിൻ്റെ നിയമങ്ങളുമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ അടുത്ത കാലത്ത് തന്നെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വഖഫ് സ്വത്തുക്കൾ, പള്ളി, മദ്രസ, ഓർഫനേജ്, മറ്റ് സ്ഥാപനങ്ങളൊക്കെ. അപ്പം ഇതൊക്കെ വഖഫാണ്. നമ്മുടെ ഈ പള്ളി അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ വഖഫാണ്. അത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ കേന്ദ്ര വഖഫ് കൗൺസിലുണ്ട്. ആ കൗൺസിൽ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകളുണ്ട്, വഖഫ് റെഗുലേഷൻ ഉണ്ട്, വഖഫ് റൂൾസ് ഉണ്ട്. വളരെ നല്ല നിലയിൽ അത് നടന്നു വരുന്നുമുണ്ട്. ഇതിൻ്റെ അധികാരം ഈ വഖഫ് ചെയ്ത സമുദായത്തിന് തന്നെയാണ്. അതിൽ അപാകതയുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമം ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെങ്കിൽ അത് പരിഷ്കരിക്കാൻ വഖഫ് നിയമങ്ങൾ കാലാകാലമായി പരിഷ്കരിച്ചു വന്നിട്ടുമുണ്ട്. ഇപ്പോഴുള്ള ഭയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ സമുദായത്തിൻ്റെയും സ്ഥാപനങ്ങൾ ആ സമുദായത്തിൽപ്പെട്ടവർ നടത്തണമല്ലോ. അല്ലാത്ത വരുമ്പോഴും വിശ്വാസമില്ലാത്ത ആളുകൾ വരുമ്പോഴൊക്കെ പ്രശ്നങ്ങളല്ലേ. അത് നാളെ പിറ്റേന്ന് നമ്മുടെ രാജ്യത്ത് സമുദായങ്ങൾ തമ്മിൽ അകറ്റാൻ അത് കാരണമാവില്ലേ? അതിനും പുറമെ നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്നത് ഒരാൾക്കിവിടെ അയാളെ മതം വിശ്വസിക്കാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനും അനുഷ്ഠിക്കുവാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്നാണ്. മതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആരാധനാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ. അപ്പൊ അത് നടത്തുന്നതിന് അതിൻ്റെ മുകളിൽ ഒരു കടന്നുകയറ്റം ഉണ്ടായാൽ അത് സമുദായത്തിന് വമ്പിച്ച പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി എവിടെയെങ്കിലും അങ്ങനെ പരിഷ്കരണം ആവശ്യമുണ്ട്, ഇന്ന നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഉയർന്ന പണ്ഡിതന്മാരുണ്ട്, ജംഇയ്യത്തുൽ ഉലമകളുണ്ട്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുണ്ട്. അവരെയൊക്കെ ഈ ബോർഡിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാവുന്നതുമാണ്. ഇതിൽ നമ്മുടെ സങ്കടം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. വഖഫ് നല്ല നിലയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. വഖഫ് സ്ഥാപനങ്ങൾ നടത്തുന്ന അതിൻ്റെ അധികാരികളും അക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം
നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഉണ്ടാവുന്ന പ്രശ്നം വഖഫ് കയ്യേറ്റമാണ്. ഒരുപാട് വഖഫ് കയ്യേറിപ്പോയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും. ഏക്കർ കണക്കിന് ഭൂമിയുള്ള ഈ സമുദായത്തിന് ഈ വഖഫ് ലാൻഡുകൾ ഡെവലപ്പ് ചെയ്താൽ ഈ സമുദായത്തിലെ പാവങ്ങളെ സഹായിക്കുവാനും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുവാനും അവർക്ക് വേണ്ടി ചികിത്സ നടത്തുവാനും ഒക്കെയുള്ള പണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. അതിനുവേണ്ടിയാണ് നേരത്തെ വഖഫ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് വഖഫ് സ്ഥാപനങ്ങൾ അത് പുരോഗമിച്ചു വരണം. അത് കയ്യേറ്റം ഉള്ളത് ഒഴിപ്പിച്ചെടുക്കണമെങ്കിൽ വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുകയാണ് വേണ്ടത്. ഇപ്പോൾ ആ അധികാരവും കൂടെ കളക്ടറെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു കോർപ്പറേഷൻ മാതിരി ആയി ഇത് മാറും എന്നതാണ് അതിലുള്ള വിഷയം. ഇത് ഞാൻ ഈ ഹുത്ബയിൽ പറയുന്നത് നിങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ബോധവാന്മാരാവണം എന്നതുകൊണ്ടാണ്. സാമൂഹ്യ രംഗത്തുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളത്, രാഷ്ട്രീയ രംഗത്തുള്ളവർ ഒക്കെ ഇത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന, രോഗം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹുവേ ദൂരീകരിച്ച് തരണമേ. ഇപ്പോൾ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് സമാധാനവും മനഃശക്തിയും നൽകി അവരെ സമാധാനിപ്പിക്കണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.